ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഫാമിലി ആയിട്ട് വയനാട് പോകണം. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പെട്ടെന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് തന്നെ രാത്രി തന്നെ പോകാമെന്നുള്ള പ്ലാനായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചായിരുന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ വഴിയിൽ പോകുന്ന വഴിയിൽ ഹോട്ടൽ നിർത്തിയേക്കുകയാണ്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനാണ്. ഞങ്ങൾക്ക് അവിടെ പോയി രാത്രി തന്നെ പോയിട്ട് അവിടെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ എത്തി അവിടെ റൂം എടുത്ത് രാവിലെ പുലർച്ചെ തന്നെ കറങ്ങാൻ ഇറങ്ങാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ രാത്രി തന്നെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ പീസൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം കഴിച്ച്, കൊച്ചുങ്ങളാരും കഴിച്ചില്ല, അവരൊക്കെ നല്ല ഉറക്കമായിരുന്നു. ബാക്കി ഞങ്ങൾ 5 പേര് നന്നായിട്ട് കഴിക്കുകയോ ചെയ്തു. നല്ല ഫുഡായിരുന്നു, ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല നെയ്ച്ചോറും ഇതൊക്കെ നല്ല റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവൾ പിന്നെ ചിക്കൻ്റെ കാലും പിടിച്ച് അതിൽ അടികൂടി ഇരിക്കുകയായിരുന്നു. അവളുടെ എല്ലാവരും കഴിഞ്ഞിട്ടും അവളുടെ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൈ കഴുകി നീക്കിയിട്ട് വീഡിയോ എടുക്കാൻ നേരത്തും അവൾ മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്നും വാരി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ അവളുടെ ഒരു ഹോബിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് വയനാട് ചുരം കയറി റൂമിൽ അന്വേഷിച്ചു. കൊച്ചുങ്ങളൊക്കെ നല്ല ഉറങ്ങി, ബാക്കിയുള്ള ലേഡീസിനൊക്കെ നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഫസ്റ്റ് കണ്ട റൂമിൽ അന്വേഷിച്ച് അവിടെ റൂമില്ല. സെക്കൻഡ് റൂം നിങ്ങളെ കണ്ട വീഡിയോയിൽ കണ്ട് അവിടെ അന്വേഷിച്ച് അവിടെ റേറ്റ് കൂടുതലായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ റൂമാണിത്. നല്ല സൗകര്യമുള്ള നല്ല അടിപൊളി റൂമായിരുന്നു. ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 റൂമാണ് എടുത്തത്. ആദ്യം ഞങ്ങളോട് 4000 രൂപയാണ് റൂമിന് പറഞ്ഞേക്കുന്നത്. വിത്ത് AC റൂം 4000 രൂപ പറഞ്ഞ്. പിന്നെ സംസാരിച്ച് ലാസ്റ്റ് ഞങ്ങൾക്ക് അതൊരു 3500 2 റൂം കിട്ടി. ഇതൊരു റൂമാണ്, 2 ബെഡ് ഉണ്ട്, ഡബിൾ ബെഡുള്ള ഒരു റൂമാണ്. ഞാനും അനിയനും കൂടി അപ്പുറത്തെ റൂം എടുത്ത്. ഇത് അവർക്ക് ലേഡീസിനും കൊച്ചുങ്ങൾക്കും കിടക്കാൻ വേണ്ടിയിട്ട് 2 ബെഡുള്ള റൂം അവർക്ക് കൊടുത്ത്. അതിൻ്റെ അകം നല്ല അടിപൊളി റൂമാണ്, നല്ല അടിപൊളി സൗകര്യമൊക്കെയുള്ള റൂമാണ്. ഇതാണ് ഞാനും അനിയനും കിടക്കുന്ന റൂം. ഞങ്ങൾ ഈ റൂമാണ് എടുത്തേക്കുന്നത്. നല്ല സൗകര്യങ്ങളും ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3500 2 റൂം കുഴപ്പമൊന്നുമില്ല, നമുക്ക് നഷ്ടമൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, 4 ചെയറുണ്ട്, TV ഉണ്ട്. ബാത്റൂമൊക്കെ അത്യാവശ്യം സ്പേസുള്ള ബാത്റൂമാണ്. ഒരു അലമാരയുണ്ട്, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കേണ്ട ആവശ്യം വന്ന അലമാരയുണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഹോട്ട് വാട്ടർ ഉണ്ട്. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് 3500 എല്ലാം കൂടി ഓക്കെ ആയിരുന്നു. ഇതിന് മുമ്പ് ചോദിച്ച പല 2 സ്ഥലത്തും ഞങ്ങൾ ഒരു 3 റൂം അന്വേഷിച്ച ലാസ്റ്റാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഞങ്ങൾ ആദ്യം അന്വേഷിച്ച ഫസ്റ്റ് സ്ഥലത്ത് റൂം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഞങ്ങൾ വീക്കെൻഡ് ശനിയാഴ്ചയാണ് പോയത്. അത് കാരണം റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ രണ്ടാമത് അന്വേഷിച്ച് കൊടുത്ത് അവർ ഡോർമെറ്ററി ആയിരുന്നു. എന്നിട്ട് അവർ റേറ്റ് കൂടുതലാണ് ഞങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അതും എടുത്തില്ല. പിന്നെ വേറെ ഒന്നുകൂടി കൂടി അന്വേഷിച്ചു. അവിടെ റൂമില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതായി റൂം കിട്ടിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ വരുമ്പോൾ റൂം ബുക്ക് ചെയ്തിടാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല അടിപൊളി റൂമും സൗകര്യമൊക്കെയാണ്. നല്ല സ്വഭാവമുള്ള ആളുകളാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അങ്ങനെ ഞങ്ങൾ ഇത് നേരം വെളുത്ത് അവിടെ കിടത്തൊക്കെ കഴിഞ്ഞ് രാവിലെ നേരം വെളുത്തതായി കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതൊരു ഹോട്ടൽ നിർത്തിയേക്കാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വയനാട് പോയതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതാണ്. അപ്പോൾ അതേ നേരം വെളുത്ത് ഞങ്ങളെല്ലാവരും വളരെ ഹോട്ടലിൽ കയറിയേക്കാണ്. ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ വൻ ശോകമായിരുന്നു. ഒരു 5 പൈസ കൊള്ളാത്തൊരു ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നെയ് റോസും മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തത്. 5 പൈസ കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ കിട്ടിയ വിഷപ്പിൻ്റെ ഇതിൽ ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ലക്ഷ്യം എന്ന് പറഞ്ഞ് മുത്തങ്ങ ഫോറസ്റ്റാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെ പോകണം, എങ്ങോട്ട് പോകണം എന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി അങ്ങ് ഇറങ്ങി, രാത്രി റൂം എടുത്ത് രാവിലെ വയനാട് 2 സ്ഥലത്ത് പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്താണ് മുത്തങ്ങ ഫോറസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും, ആനയോ മാനെയോ എന്തെങ്കിലും കാണാൻ പറ്റും, കാട്ടുപോത്തിനെ എന്തെങ്കിലും കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ കേരള ബോർഡർ വരെ പോയിട്ട് തിരിച്ചു വരാൻ, എന്നിട്ട് വരുന്ന വഴിക്ക് വേറെ 2 സ്ഥലത്ത് കയറാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ മുത്തങ്ങ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്കും ഭാഗ്യമുണ്ടെങ്കിൽ കാണാമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് പോയത്. അത് കാരണം തന്നെ അത്യാവശ്യം തിരക്കും ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ രാത്രി വരുന്ന വഴിക്ക് മഞ്ചേരി ടൗണിലൊക്കെ നല്ല തിരക്കായിരുന്നു. ബൈപ്പാസ് റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എല്ലാ ഫാമിലീസും എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു. മഞ്ചേരിയൊക്കെ അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്, ഡ്രസ്സ് കടയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ സുൽത്താൻ ബത്തേരി ടൗണിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോറസ്റ്റ് എത്താറായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ പാടവും തോടും കാടൊക്കെ എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്തൊരു കാഴ്ച തന്നെയാണല്ലേ. എത്ര പ്രാവശ്യം ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ. എന്നാലും എപ്പോൾ വരുമ്പോഴും നമുക്കൊരു ആദ്യമായി വരുന്നൊരു അനുഭവമാണ് ഈ റോട്ടിലൂടെ വരുമ്പോൾ. പോകുന്ന വഴിക്ക് വല്ല ആനയോ പുലിയോ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ എല്ലാവരും കാറിലിരിക്കുന്നത്. ആ ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ റോട്ടിലോട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ് 2 സൈഡും.
എമ ഒട്ടാതെ രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും ഞങ്ങളെല്ലാം നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആ ബസ് കണ്ടില്ല. ആ ബസ്സും പിന്നെ തൊട്ടപ്പുറത്ത് ഈ ജീപ്പോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു ആഗ്രഹം, ട്രക്കിങ്ങിന് പോയാലോ എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞങ്ങൾ ബോർഡർ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ അന്വേഷിച്ച് ട്രക്കിങ്ങിന് എത്ര ക്യാഷ് എന്നൊക്കെ നോക്കി പോകാമെന്നുള്ളൊരു പ്ലാനും ഉണ്ടായി. ഞങ്ങൾ എവിടെ നോക്കിയിട്ട് മൃഗങ്ങളൊന്നും കാണുന്നില്ല. കാടിൻ്റെ പകുതിയോളം ഞങ്ങൾ എത്തി. എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏതായാലും കാട്ടിൽ വന്നാലേ ആനയും കടുവയും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങളെ കണ്ട് മടങ്ങിപ്പോന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഇവരെ വേണ്ടുപോലെ ഉണ്ടായിരുന്നു, രണ്ട് സൈഡും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവനെ എപ്പോൾ പോവുകയാണെങ്കിലും നമുക്ക് കുരങ്ങിനെ ഇവന്മാരെ ഇഷ്ടം പോലെ കാണാൻ കിട്ടും. ബാക്കിയുള്ളതിനൊക്കെ ഭാഗ്യം തന്നെ വേണം. ആനനെയും പുലിനൊക്കെ കാണണമെങ്കിൽ കുറച്ച് ഭാഗ്യം വേണം. കടുവനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മാനിനെയും മയിലിനെയും കുരങ്ങിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ റോട്ടോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിന് ക്ഷാമം ഉണ്ടാകത്തില്ല. അത് ഞങ്ങൾക്കും അത്യാവശ്യം കാണാനൊക്കെ പറ്റി. രണ്ട് സൈഡും മാൻ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഈ സ്ഥലം കണ്ടു, എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ അല്ലേ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആളുകൾ ഒരുപാട് അവിടെ നിർത്തിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേരെന്താ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ കാഴ്ചയും കണ്ട് ഞങ്ങളിത് തിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെ നിന്ന് തിരിച്ചു കിട്ടോ, ബോർഡറിൻ്റെ അവിടെ നിന്ന് തിരിച്ചു, കേരള ബോർഡർ വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് ഇപ്പോൾ ഇത് ഞങ്ങൾ ആ ട്രക്കിങ് പോകുമ്പോൾ ട്രക്കിങ് ഉണ്ടായിരുന്നില്ലേ, അവിടെ നിർത്തി ഒന്ന് അന്വേഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അനിയനും പാടെ ജീപ്പിൻ്റെ അന്വേഷിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പിൽ നാളെ കാണാനായിട്ട് ഇവിടെ കോഫി ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. നിങ്ങൾ ട്രക്കിംഗ് ആഗ്രഹിച്ച ആരും, അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ട്രക്കിംഗ് ആഗ്രഹിച്ച ആരും ഇങ്ങോട്ട് വരണ്ട, വയനാട്ടിലോട്ട് ഈ ഒരു ഏരിയയിലോട്ട് വരണ്ട, ഫോറസ്റ്റിലോട്ട് വരണ്ട. ഇവിടെ ട്രക്കിംഗ് എല്ലാം നിർത്തി വെച്ചേക്കാണ്. കോടതിയിൽ നിന്ന് വിധി വന്നിട്ടില്ല, എന്തോ കേസായി കിടക്കുന്നതാണ്. എന്താ വിഷയം എന്നൊന്നും അറിഞ്ഞൂടാ. കോടതി വിധി വന്നതിന് ശേഷം ഇനി ട്രക്കിംഗ് പുനരാരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാം നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ അത് നിരാശയോടെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ദൈവന്മാരുടെ കോപ്രായം കണ്ടത്. എല്ലാം കൂടി ഞങ്ങളെ കണ്ടപ്പോൾ അടുത്തോട്ട് വന്നു. അതിൽ പ്രത്യേകത തോന്നിയത് ഇത് കണ്ടപ്പോഴാണ്. കൊച്ചിനെയും ചുമന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണോ. എനിക്ക് വീഡിയോ ഒക്കെ നന്നായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വീഡിയോ തൊട്ടടുത്തോട്ട് ചെന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇരുന്നിരൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള രണ്ട് കൊച്ചുങ്ങളുണ്ടല്ലോ, അവർ ഒച്ചയ്ക്ക് വന്നപ്പോൾ പിന്നെ അവർ പേടിച്ച് അങ്ങോട്ട് ഓടി. ട്രക്കിങ്ങിന് പോകാൻ പറ്റാത്ത നിരാശയോടെ പിന്നെ അടുത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തത് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണിത്. തൊട്ടടുത്ത് തന്നെയാണ്, നോക്കിയപ്പോൾ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് ഇന്ന് സൺഡേ ആണ്, പിന്നെ നാളെ പെരുന്നാളാണ്. അതിൻ്റെയൊക്കെ ആയിട്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല തിരക്കകത്തൊക്കെ നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഇറക്കി ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഞാനങ്ങനെ പോയി ടിക്കറ്റ് എടുത്തു. ഇവിടെ ഒരാൾക്ക് 30 രൂപയാണ് അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ. അകത്തോട്ട് കയറാനുള്ള ടിക്കറ്റ് 30 രൂപയാണ്. അകത്ത് പിന്നെ ഓരോ അഡ്വഞ്ചർ ഓരോ യൂസ് ചെയ്യാൻ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഗേറ്റ് പാസ് അങ്ങോട്ട് കയറാനും 30 രൂപയാണ് ഒരാൾക്ക് എടുക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ 5 പേര് ടിക്കറ്റൊക്കെ അവിടെ ക്യൂ നിന്ന് എടുത്ത് അനിയനും വെയിറ്റ് ചെയ്തുകൊണ്ട് അനിയൻ വന്ന് ഞങ്ങളത് അകത്തോട്ട് കയറുകയാണ്. അത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഈ പാർക്കിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടെ, കൊച്ചുങ്ങളുടെ കളിയും ചിരിയും പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. ഇതുവഴി നേരെ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏരിയ അപ്പുറത്താണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. 1-2 കൊച്ചുങ്ങളെ കയറ്റാന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ പോകുന്നത്. അവർ കയറുക എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന സിപ്പ് ലൈനാണ്. അത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ ക്യൂ നിൽക്കാൻ പോയില്ല. അത് കാരണം ക്ഷമയില്ല, അത്ര നേരം നിന്നിട്ട് അതിൽ പോകാനുള്ള ക്ഷമയില്ല. പിന്നെ ഇവരൊന്നും അതിൽ കയറത്തില്ല, സിപ്പ് ലൈനിലൊന്നും കയറുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല ഞങ്ങൾ. വേറെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ അകത്തോട്ട് കയറി പോകുന്നത്. അകത്ത് പോയപ്പോൾ കൊച്ചുങ്ങളുടെ ജമ്പ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഫസ്റ്റ് അതാണ് ഞങ്ങളെ കണ്ടുപെട്ടത്. അപ്പോൾ ആദ്യം അങ്ങോട്ട് തന്നെ പോകാമെന്നുള്ള വിചാരിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കൊച്ചിന് എൻട്രി ഫീ വരുന്നത് 80 രൂപയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ നമ്മൾ ആദ്യം കൊടുത്തേക്കുന്ന ഒരാൾക്ക് 30 രൂപ. പിന്നെ ഇതിൻ്റെ അകത്തും ഓരോന്ന് യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ക്യാഷ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ജമ്പിങ്ങിൻ്റെ ഇതിലൊരു കൊച്ചിന് 80 രൂപയാണ്. അപ്പോൾ നമ്മൾ 2 പേരെ അതിൻ്റെ അകത്തോട്ട് കയറ്റി. അതിൽ ഒരാൾ കളിച്ചില്ല കേട്ടോ. ഒരാൾക്ക് മടിയായിട്ടോ എന്തോ പേടിയായിട്ടോ അവൻ ആ വാതിലിൻ്റെ അവിടെ തന്നെ അങ്ങനെ നിന്ന് വിഷമിച്ച് നിന്നു. ഒരുത്തൻ കളിച്ചു, അനിയൻ്റെ കൊച്ച് നന്നായിട്ട് ചാടി കളിച്ചു. എൻ്റെ കൊച്ച് കളിക്കുകയും ചെയ്തില്ല, അവിടെ അങ്ങനെ നോക്കി നിന്നു. പിന്നെ അവനെ തിരിച്ചിറക്കിയ ബില്ലടിക്കുന്ന ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന ലേഡി ഒരുപാട് അവനെ അകത്തോട്ട് കയറ്റാൻ നോക്കി, പക്ഷെ അവൻ കയറിയില്ല. അവനങ്ങനെ പേടിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ അങ്ങനെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവന് തിരിച്ചിറക്കിയപ്പോൾ ഞങ്ങൾക്ക് അവൻ്റെ ക്യാഷ് തിരിച്ച് റിട്ടേൺ തന്നു കേട്ടോ. ടിക്കറ്റ് അടിച്ചതായിരുന്നു, 2 പേരുടെ 160 രൂപ ഞങ്ങൾ കൊടുത്തതായിരുന്നു. പക്ഷെ അതിൽ 80 രൂപ ഞങ്ങൾക്ക് തിരിച്ച് മടക്കി തന്നു. അവൻ കളിച്ചില്ല, അതുകൊണ്ട് തിരിച്ച് മടക്കി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ അടുത്ത് ഇനി കൂടെയുള്ള പെണ്ണുങ്ങളെ ഏതെങ്കിലും കയറ്റാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളുടെ അടുത്ത പോക്ക്. അപ്പം നേരെ മുന്നിൽ കാണുന്നത് അത് പിന്നെ അത്ര സ്പീഡൊന്നുമില്ല. മുകളിലോട്ട് പൊന്തുന്നതും പെട്ടെന്ന് താഴോട്ട് വരുന്ന അത്ര സ്പീഡൊന്നുമില്ല. അതിലുള്ള എല്ലാ സ്ഥലത്തും അത്യാവശ്യം ഡേഞ്ചറാണ്. അതായത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ സ്പീഡിലൊന്നും അത് വർക്ക് ചെയ്യുന്നില്ല. ഒരു അത്യാവശ്യം ഒരു മീഡിയം ലെവലിലാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ അതേ ഊഞ്ഞാലുണ്ട്, അപ്പുറത്ത് വേറൊരു ഊഞ്ഞാലുണ്ട്. 3 പേര് ഒരുമിച്ചിരുന്ന് ആടുന്നുണ്ട്. ഇത് സിംഗിളായിട്ടിരുന്ന് ആടുന്നതാണ്.
അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൻ്റെ 4 പുറത്തായിട്ട്. 2-3 പോയപ്പോൾ നല്ല ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എളുപ്പം കിട്ടുന്നത് ഏതാണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു സിംഗിളായിട്ട് ഇരുന്ന് ആടുന്ന ഊഞ്ഞാലാണ്. അപ്പോൾ അവരിൽ പെണ്ണുങ്ങൾക്ക് 3 പേർക്കും 3 ടിക്കറ്റ് എടുത്തു അവരിൽ കയറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഈ സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ സംഭവം ഇത് ഇവിടെ അത്ര സ്പീഡൊന്നുമില്ല, അത്യാവശ്യം സ്ലോവിലാണ്, ഒരു മീഡിയം ലെവലിലാണ് മുകളിലോട്ടും താഴോട്ടും പോകുന്നുള്ളൂ. നമുക്ക് അത്ര പേടിയൊന്നും തോന്നത്തില്ല. മറ്റുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞത് മുകളിലോട്ട് കയറിപ്പോയി താഴത്തോട്ട് ഒറ്റ വരവാണ് വരും, നമ്മുടെ പകുതി ജീവൻ അതോടെ തീരും. ഭയങ്കര ഡേഞ്ചറാണത്. ആ സെയിം സാധനം ഇപ്പോൾ 2 ദിവസം മുന്നേ അമേരിക്കയിൽ എവിടെയോ തലകീഴായിട്ട് അരമണിക്കൂറോളം അതിലുള്ളവരെല്ലാം തലകീഴായി നിന്നതാണ് ന്യൂസിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് എല്ലായിടത്തും. ഇവിടെ അത്ര സ്പീഡൊന്നുമില്ല കേട്ടോ. ഇനി അവർക്ക് ടിക്കറ്റ് എടുത്ത ഇതേ ഊഞ്ഞാലിലാണ്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട്. അങ്ങനെ അവർ 3 പേര് കയറാൻ പോവുകയാണ്. ആ പോകുന്ന സന്തോഷമൊന്നും അവർ തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് അവർ പോയത്. തിരിച്ചിറങ്ങുമ്പോൾ 3 പേര് ആടിയിട്ടാണ് തിരിച്ചിറങ്ങിയത്. അവിടെ അങ്ങനെ 1-2 റൈഡിലൊക്കെ കയറി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് നേരെ പൂക്കോട് തടാകത്തിലോട്ടാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് ബോച്ചട്ടി ഒരു 4 വാങ്ങിച്ചു. ഞാനിവിടെ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം പൂക്കോട് തടാകത്തിലോട്ട് രാവിലെ തന്നെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ ഉച്ചക്കോ ആ സമയത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബോട്ടിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് വരാൻ ശ്രമിക്കുക. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഇവിടെ എത്തി. ടിക്കറ്റ് അകത്തോട്ട് കയറാൻ കുഴപ്പമില്ല, അകത്തോട്ട് കയറാൻ നമുക്ക് 30 രൂപ ടിക്കറ്റ് കൊടുത്ത് അകത്തോട്ട് കയറാൻ പറ്റും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അകത്ത് കയറി നമുക്ക് ബോട്ടിൽ മറ്റേ യാത്ര നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വൈകിയായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു അവിടെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞങ്ങളോട് സെക്യൂരിറ്റി പറഞ്ഞു ബോട്ടിൽ കയറാനായിട്ട് ആരും ടിക്കറ്റ് എടുക്കണ്ട. അവിടെ ഫ്രണ്ട് തന്നെ പറഞ്ഞ് ബോട്ടിൽ കയറാൻ ടൈം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആരും ടിക്കറ്റ് എടുക്കണ്ട, അതിനായിട്ട് ആരും ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് അതും പ്രതീക്ഷിച്ച് കൊച്ചുങ്ങളോടൊക്കെ പറഞ്ഞ് ആഗ്രഹിപ്പിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. മാക്സിമം ഇവിടെ വരുമ്പോൾ പൂക്കോട് തടാകത്തിലോട്ട് കയറുമ്പം രാവിലെ തന്നെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും, ബോട്ടും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. ഞങ്ങൾക്കത് പറ്റിയില്ല. ഇവർ 2 പേരും അതിൻ്റെ വിഷമത്തിലായിരുന്നതിന് ശേഷം ബോട്ടിൽ കയറാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഈ ബോട്ട് തന്നെയാണ്, വേറെയുള്ള അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഈ ബോട്ടിൻ്റെ ഒരു ചെറിയൊരു തടാകമാണ്. തടാകത്തിലൂടെ നമുക്ക് ചവിട്ടുബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. അത്ര വലിയ തടാകമൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ചെറിയ തടാകമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ടൊരു ഫിഷ് അക്വേറിയം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിഷ് അക്വേറിയത്തിൻ്റെ കവാടം വഴി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ തടാകം മൊത്തം റൗണ്ട് ചുറ്റി വരാൻ പറ്റും. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. നമുക്ക് കാടിൻ്റെ നടുവിലൂടെ നടക്കുന്ന ഒരു ഫീലാണ്. വലതുവശത്ത് തടാകവും ഇടതുവശത്ത് കാടും. ഇതിൻ്റെ ഇടയിലൂടെ ഈ ബോട്ടൊക്കെ അവിടെ വെച്ചതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് 2-3 കിലോമീറ്റർ ചുറ്റി തടാകം ഫുള്ള് ചുറ്റി നമ്മൾ ഫസ്റ്റ് വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട ആ സെയിം സ്ഥലത്തോട്ട് തന്നെ തിരിച്ചെത്തും. അത് നല്ലൊരു വൈബ് തന്നെയാണ്. എല്ലാവരും വൈഫായിട്ടും കൊച്ചുങ്ങളായിട്ടും ലവേഴ്സും എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്ന് ജസ്റ്റ് ഇങ്ങനെ പോകും. പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല, ഈ ഒരു കാടിൻ്റെ നടുവിലൂടെ നടക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് നടക്കുമ്പോൾ. പിന്നെ കുറച്ചെത്തിയപ്പോൾ ഇവള് പിന്നെ വെറും ഫോട്ടോൻ്റെ ആളാണ്. കുറച്ചെത്തിയപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവൾക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ അത് അനിയൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരെയും കാത്ത് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പുറത്തൂടെ ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവള് ഫോട്ടോ എടുത്ത് അവളുടെ ഫോട്ടോ ഭ്രാന്ത് തീരുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.